ഹലോ എല്ലാവർക്കും മലയാളി മേക്ക് ഓവറിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രൈന. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നോ? ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചലഞ്ച് ആയിട്ടാണ് കേട്ടോ. ഞാനൊരു പുതിയ ചലഞ്ച് എടുക്കാൻ പോവാണ്. അലോവേര ചലഞ്ചാണ്. അതായത് നമ്മുടെ സ്കിന്നിലുണ്ടല്ലോ അലോവേര മാത്രം അപ്ലൈ ചെയ്യുന്നു, അതും 2 ആഴ്ചത്തേക്ക്. വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ഫേസ് ടോണറോ ഫേസ് പാക്കുകളോ ഫേസ് വൈറ്റനിങ് ക്രീമുകളോ മോയ്സ്ചറൈസിങ് ക്രീമോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, മറ്റൊന്നും യൂസ് ചെയ്യുന്നില്ല. ആകെ കൂടി ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്, ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഞാൻ യൂസ് ചെയ്യുന്ന നീം ആൻഡ് ബേസൻ, നമ്മുടെ കടലമാവും അതുപോലെ ആര്യവേപ്പിൻ്റെ അരിയും പൊടിച്ചിട്ടുള്ള പൗഡറാണ് എൻ്റെ ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ 4 നേരം, ഒരു ദിവസം വെച്ച് 4 നേരം, ഒരു ദിവസത്തിൽ 4 നേരം അലോവേര മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യാണ്. കാലത്ത് ഒരു 9 മണിക്ക്, പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക്, ഉച്ചയ്ക്ക് ശേഷം ഉച്ചതിന് 5 മണിക്ക്, വൈകിട്ട് രാത്രി 9 മണിക്ക്, അങ്ങനെ 4 നേരമായിട്ട് അലോവേര മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് ഒരു 15 ദിവസത്തിന് ശേഷം എൻ്റെ ഫേസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അതും ഓരോ ദിവസം വരുന്ന എൻ്റെ ഫേസിലുള്ള ചേഞ്ചസ് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ആദ്യത്തെ 4 ദിവസത്തെ കാണിക്കുന്നുണ്ട്, അതിനുശേഷം ഇടവിട്ടുള്ള ദിവസങ്ങളിൽ കാണിക്കുന്നു. അങ്ങനെ അവസാനം 15 ദിവസത്തിന് ശേഷം എൻ്റെ ഫേസിൽ എന്തൊക്കെ മാറ്റം വരും എന്ന് നമുക്ക് നോക്കാം. ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് 2 സൈഡിലായിട്ട്. നിങ്ങൾക്ക് അറിയാം, എൻ്റെ വീഡിയോസ് ഡെയിലി കാണുന്നവരാണെങ്കിൽ അറിയാം, ഈ 2 സൈഡിൽ നല്ലപോലെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ അത് നല്ലപോലെ കംപ്ലീറ്റ് ആയിട്ട് ഫെയ്ഡ് ആകുമോ, അതിൻ്റെ മാറ്റം എങ്ങനെയാണ് എന്നൊക്കെ അറിയാനായിട്ടാണ് ഈ ഒരു ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എന്നോടൊപ്പം ചലഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്നതോടൊപ്പം ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. കുറേ പേര് എൻ്റെ കൂടെ ചെയ്യുന്നവരുണ്ടായിരുന്നു. ഞാൻ മുന്നേ ഈ ഒരു ചലഞ്ചിൻ്റെ കാര്യം ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് എൻ്റെ കൂടെ ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15 ദിവസത്തിന് ശേഷം എൻ്റെ ഫേസിൽ വരുന്ന മാറ്റങ്ങൾ, കാര്യങ്ങൾ എല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ അലോവേര 15 ദിവസം യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാം. അതിന് മുന്നായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്, ഈ ഒരു ചലഞ്ചിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്രഷ് അലോവേരയാണ് കേട്ടോ. ഇതാ കണ്ടോ, ഇതുപോലെയുള്ള ഫ്രഷ് അലോവേര ലീഫാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ ഫ്രഷ് ആയത് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഫ്രഷ് അലോവേരയുടെ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് കണ്ടോ, മുറിച്ചെടുക്കുന്ന ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഒരു മഞ്ഞ ലിക്വിഡ് പുറത്തേക്ക് വരും, ഒരു മഞ്ഞ ദ്രാവകം പുറത്തേക്ക് വരും. ഇത് വന്നിട്ട് സ്കിന്നിന് വല്ലാണ്ട് അലർജി ഉണ്ടാക്കുന്നതാണ്. മിക്കവർക്കും അലോവേര പറ്റാത്തതിന്റെ കാരണം ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ ഫേസിൽ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിൽ, ഒരു ഇച്ചിനെസ് ഒക്കെ തോന്നും നിങ്ങൾക്ക്. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഈ ലീഫ് മുറിച്ചെടുത്തിട്ട് കുറച്ച് നേരം പുറത്തൊന്ന് വെക്കാം. ഈ ദ്രാവകം പുറത്തേക്ക് പോയതിന് ശേഷം നല്ലപോലെ കഴുകിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഒരു ബോക്സിൽ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. പുറത്ത് വേണമെങ്കിലും വെക്കാം, ഒരു പ്ലാസ്റ്റിക് കവറിൽ റാപ്പ് ചെയ്തതിന് ശേഷം പുറത്ത് വേണമെങ്കിലും എടുത്ത് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലാണെങ്കിൽ 2 ആഴ്ച വരെയൊക്കെ കേടുകൂടാതെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നു. ഒരു ദിവസം 4 നേരമാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളായി മുറിച്ചെടുത്തിട്ട് ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, വേറെ ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ ഇതാണ് ചലഞ്ച്. ഓക്കെ, ഇനി എൻ്റെ ഫേസിൽ ഇത് യൂസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഓരോ ദിവസത്തെയും മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഒരു ഫേസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കണ്ടോ. ഓക്കെ, ഇവിടെയുള്ള ബ്ലാക്ക് സ്പോട്ട്സ്, പിന്നെ ഇതാ ഈ ഒരു ഏരിയയിലുള്ള ബ്ലാക്ക് സ്പോട്ട് ഇത് കണ്ടോ. പിന്നെ ഇവിടെ ചെറിയ റെഡ്നെസ് കണ്ടോ, ചെറിയൊരു പിമ്പിൾ വരുന്നതിൻ്റെയാണ് കേട്ടോ, ചെറിയൊരു കുരു വരുന്നതിൻ്റെയാണ്. പിന്നെ ഇവിടെ വന്നിട്ടൊരു ചെറിയ പിമ്പിളുണ്ട്. ഓക്കെ, വേറെ ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. ഫേസ് വെറുതെ വാഷ് ചെയ്തിട്ടുള്ളൂ, ടോണർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതുപോലെ ഒരു അലോവേരയുടെ പീസ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെയും സൈഡിൽ ചെറിയ മുള്ളുകൾ ഉണ്ടാവൂലേ, അതിങ്ങനെ കട്ട് ചെയ്ത് കളയാണ്. ഓക്കെ, ഇത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ നോക്കി ക്രോസ് ആയിട്ട് ഇത് കൂടെ നടുക്ക് കൂടെ ഇങ്ങനെ കട്ട് ചെയ്യാണ് കേട്ടോ. ഇതാ, ഈ ഒരു പീസ് ഞാൻ എടുത്ത് വെക്കുകയാണ്. നമ്മളെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ കാലത്ത് 9 മണിക്ക്, ഉച്ചയ്ക്ക് 1 മണിക്ക്, പിന്നെ വൈകിട്ട് 5 മണിക്ക്, വീണ്ടും നൈറ്റ് 9 മണിക്ക്, അങ്ങനെയാണ് 4 നേരമായിട്ട് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫേസിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്തില്ല. അപ്പോൾ ഇത് ഫുൾ ഫേസ് അപ്ലൈ ചെയ്യാണ്, നെക്ക് അപ്ലൈ ചെയ്യാണ്. ഓക്കെ,
ഹലോ, ഇത് നമ്മുടെ ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. മോർണിംഗ് ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. മോർണിംഗ് അലോവേര അപ്ലൈ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫേസിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാം. ഫേസിൽ വന്നിട്ടുണ്ടായിരുന്ന ആ പിമ്പിൾ ഉണ്ടല്ലോ, ചെറിയ പിമ്പിൾ, ആ റെഡ്നെസ്സൊക്കെ നല്ല പോലെ പോയിട്ടുണ്ട്. പിമ്പിൾ തന്നെ പോയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാനാകും. ആ ചെറിയ പാടോ ആ കുരുവോ ഒന്നും കാണാനില്ലല്ലോ. ഒരു ദിവസം കൊണ്ടാണ് ഈ ഒരു ചേഞ്ച് ഉണ്ടായത്. പക്ഷേ ബ്ലാക്ക് സ്പോട്ട്സിനൊന്നും യാതൊരു മാറ്റവും ഇല്ല, അതുപോലെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അലോവേര അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ്. മൂന്നാമത്തെ ദിവസം നമ്മൾ അലോവേര അപ്ലൈ ചെയ്ത് ഈവനിങ് ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈവനിങ് ഫേസിൽ വന്നിട്ട് അലോവേര അപ്ലൈ ചെയ്യാണ്. അതിന് മുന്നായിട്ട് എൻ്റെ ഫേസിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് നോക്കാം. എന്തായാലും ഇന്ന് മൂന്നാമത്തെ ദിവസമല്ല ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ വഴിയില്ല. ബ്ലാക്ക് സ്പോട്ട്സ് അതുപോലെ തന്നെ ഉണ്ട്. ചെറുതായിട്ടൊന്ന് ഫേസ് ബ്രൈറ്റ് ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഫേസ് നല്ലപോലെ ബ്രൈറ്റ് ആകുന്നുണ്ട്. ആ ബ്ലാക്ക് സ്പോട്ട്സൊക്കെ അതുപോലെ തന്നെയുണ്ട്. വേറെ പിമ്പിൾസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അലോവേര അപ്ലൈ ചെയ്തിട്ട്. വേറെ മാറ്റങ്ങളൊന്നും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല. കുറേ പേരൊക്കെ ഞാൻ ഈ ഒരു ചലഞ്ച് എടുക്കാനുള്ള കാരണം സോഷ്യൽ മീഡിയാസിൽ തന്നെ കുറേ പേര് ഈ അലോവേര യൂസ് ചെയ്തിട്ട് അലോവേര ചലഞ്ച് എടുത്തിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ, വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ ഫേസിൽ വന്നിട്ടുള്ള ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് പോയി എന്ന് പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും അതിശയമായി കേട്ടോ. ശരിക്കും ഇങ്ങനെ സംഭവിക്കുമോ എന്നെനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് 2 ആഴ്ചത്തെ ചലഞ്ച് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ അലോവേര ചലഞ്ചിൻ്റെ ഡേ 4 ആണ്. ഞാൻ ഫേസിൽ വന്ന മാറ്റങ്ങളൊന്നും കാണിക്കുന്നില്ല, കാരണം പ്രത്യേകിച്ച് വലിയ ചേഞ്ചസ് ഒന്നുമില്ല. സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഫേസിലെ സ്കിൻ നല്ല സോഫ്റ്റ് ആകുന്ന ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നല്ലപോലെ ബ്രൈറ്റ് ആയിട്ട് വരുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 കഴിഞ്ഞ 6ാമത്തെ ദിവസമാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദാ എൻ്റെ ഫേസിലുള്ള ബ്ലാക്ക് സ്പോട്ട്സ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ചെറുതായിട്ടൊന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട് അല്ലേ. അതുമാതിരി തന്നെ ഇതാ ഇവിടെയുമുള്ള ബ്ലാക്ക് സ്പോട്ട് കാണാം, കണ്ടോ? നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ 6ാമത്തെ ദിവസമാണ്. അപ്പോൾ ഞാൻ അലോവേര ജെല്ല് ഫേസിൽ അപ്ലൈ ചെയ്യാണ്. ഇത് നമ്മുടെ അലോവേര ചലഞ്ചിൻ്റെ 14ാമത്തെ ദിവസമാണ്. 15 ദിവസത്തിനുള്ളിൽ എന്തായാലും ബ്ലാക്ക് സ്പോട്ട്സ് കംപ്ലീറ്റ് പോകില്ല എന്നെനിക്ക് മനസ്സിലായിട്ടോ. ഒരാഴ്ചയല്ല 2 ആഴ്ച എടുത്തിട്ടും പോയിട്ടില്ല. ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആകുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല, നമ്മുടെ ബ്ലാക്ക് സ്പോട്ട്സ് നല്ല രീതിയിൽ ഫെയ്ഡായിട്ട് വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഫെയ്ഡായിട്ടില്ല. വലിയ ചേഞ്ചസ് ഒന്നും തോന്നാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു ചലഞ്ച് 20 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഓക്കെ, ഇത് നമ്മുടെ 16ാമത്തെ ദിവസമാണ്. ഫേസിൽ നിങ്ങൾക്ക് കാണാം, മാറ്റങ്ങൾ കാണാം. ഈ സൈഡിലെ ബ്ലാക്ക് സ്പോട്ട് നല്ല പോലെ ചെറുതായി വരുന്നുണ്ട് കേട്ടോ. വട്ടം കുറഞ്ഞ് ചെറുതായി വരുന്നുണ്ട്. അതുമാത്രമല്ല, കംപ്ലീറ്റ് ഒന്നും ഫെയ്ഡ് ആയിട്ടില്ല. നല്ല മാറ്റങ്ങളുണ്ട് ഫേസിന്. ചെറിയ പിമ്പിൾസ് കാര്യങ്ങൾ ഒക്കെ മാറി കിട്ടുന്നുണ്ട്. കണ്ണിന് ചുറ്റും വരുന്ന ഡാർക്ക് സർക്കിൾസിനൊക്കെ നല്ല കുറവുണ്ട്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഇനി അടുത്ത ദിവസം കാണാം. ഹലോ, അപ്പോൾ അതെ, ഇത് നമ്മുടെ 20ാമത്തെ ദിവസമാണ് കേട്ടോ. ഇതിനിടയിലുള്ള സമയത്തൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്കും മിററിൽ നോക്കുമ്പോൾ അത്രയ്ക്ക് വലിയ ചേഞ്ച് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ഫേസ് കാണിക്കാമെന്ന് കരുതി. പിന്നെ എന്താണെന്നറിയില്ല, അത്ര വലിയ 20 ദിവസത്തെ ചലഞ്ചായിരുന്നു. ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. 15 ദിവസമാണ് ആദ്യം പറഞ്ഞിരുന്നത്, ഇപ്പോൾ 20 ദിവസം ആക്കിയിട്ടുണ്ട്. എൻ്റെ ഫേസിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇതാ നോക്കിയാൽ കാണാം. 20ാമത്തെ ദിവസത്തെ ചേഞ്ച് കേട്ടോ. ഓക്കെ, കണ്ടോ? നല്ല പോലെ ഫെയ്ഡ് ആയിട്ടുണ്ട് അല്ലേ. ബ്രൗൺ കളറൊക്കെ നല്ല പോലെ വട്ടം കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് നല്ല പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ ഇത് ഓക്കെ, ഇത് നല്ല രീതിയിൽ കുറയുന്നുണ്ട് കേട്ടോ. എനിക്ക് എടുത്ത് പറയാനായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അലോവേര അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ ഫോർഹെഡിൻ്റെ ഈ ഒരു ഭാഗത്ത് ഞാൻ കയറ്റി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കേട്ടോ, ചെറിയ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. നല്ല പോലെ നെറ്റ് കയറുന്നവർക്ക് അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അതെനിക്കൊരു ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ചെറിയ ഹെയർ ഗ്രോത്ത് അവിടെ നല്ല പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ ബാക്കിയുള്ളതൊക്കെ അവിടെ തേച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഐബ്രോ, കുറേ പേര് പറയുന്ന ഒരു കാര്യമാണ് എന്നോട്, ചേച്ചിക്ക് ഇങ്ങനെയാണ് ഇത്രയും തിക്കായിട്ട് നല്ല ഐബ്രോസ് കിട്ടുന്നത്.
എനിക്കിത് ആദ്യം മുതലേ ഉള്ളതാണ് കേട്ടോ. പിന്നെ ഇത് എനിക്ക് ഇത്രയ്ക്ക് നീട്ടുണ്ടായിരുന്നുള്ളൂ പണ്ടൊക്കെ, വളരെ നീട്ടം കുറഞ്ഞിട്ടായിരുന്നു. പക്ഷേ എൻ്റെ ഓൾഡ് ഫോട്ടോസിലൊക്കെ എനിക്ക് നോക്കിയാൽ കാണാൻ പറ്റും, വളരെ പണ്ടത്തെ ഫോട്ടോസിലൊക്കെ എനിക്ക് വളരെയധികം നീട്ടം കുറവായിരുന്നു. ഞാൻ യൂസ് ചെയ്തിരുന്നത് ആവണക്കെണ്ണയാണ് കേട്ടോ. ആവണക്കെണ്ണി ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ജെല്ല് ഞാൻ ഇപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അത് നിങ്ങളുടെ ഐബ്രോസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, നൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അതൊന്നും പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ അലോവേര ചെയ്യൂ. ഞാൻ ഇപ്പോൾ ഈ ഒരു അലോവേര ചലഞ്ച് എടുത്തത് കൊണ്ട് ഫേസിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്യാറില്ലായിരുന്നു. ഐബ്രോസിലാണെങ്കിലും ഫേസിലാണെങ്കിലും ഫേസ് പാക്കോ മറ്റു കാര്യങ്ങളോ ഫെയർനെസ് ക്രീമുകളോ മോയ്സ്ചറൈസിങ് ക്രീമോ ഒന്നും തന്നെ അപ്ലൈ ചെയ്യാറില്ല. ഉണ്ടായ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഐലാഷസിന് നല്ല പോലെ ഗ്രോത്ത് ഉണ്ടാകും, ഐലാഷസ് നല്ല പോലെ നീട്ടം വെക്കൂട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഐലാഷസ് നോക്കിയാൽ കാണാൻ പറ്റും, നല്ല പോലെ നീട്ടം വെച്ചിട്ടുണ്ട്, തിക്കായി വരുന്നുണ്ട്. എനിക്കതിന് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഐബ്രോസിനിടയിൽ ഗ്യാപ്പുകൾ ഉണ്ടാകുമല്ലോ, ആ ഗ്യാപ്പിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക, നല്ല പോലെ ഐബ്രോസിനും ഗ്രോത്ത് ഉണ്ടാകും കേട്ടോ. നിങ്ങളെ 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം എന്നൊന്നും പറയുന്നത് ഒരു ടൈമേ അല്ല, എന്താ പറയുക, ഒരു റിസൾട്ട് കിട്ടാനുള്ളൊരു ഗ്യാപ്പല്ല, അത് ഒരു ടൈം ഗ്യാപ്പ് അല്ല കേട്ടോ. അത്രയും ദിവസം മാത്രം യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ലല്ലോ, ഞാനിത് ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പല്ല് തേക്കൂലേ, അപ്പോൾ പല്ല് വെളുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 2 ദിവസം പല്ല് തേച്ചു അല്ലെങ്കിൽ ഒരാഴ്ച പല്ല് തേച്ചിട്ട് പിന്നെ ഒരാഴ്ച പല്ല് തേക്കാതിരിക്കില്ലല്ലോ. കാരണം അതിൻ്റെ റിസൾട്ട് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ആ ഒരു കാര്യം ചെയ്യണം. അല്ലെങ്കിൽ 2 ദിവസം കുളിച്ചു, ഇനി ഒരു 3 ദിവസം കുളിക്കേണ്ട, 2 ദിവസം കുളിച്ചതിൻ്റെ ആ ഒരു റിസൾട്ട് എന്തായാലും 3 ദിവസത്തേക്ക് ഉണ്ടാകുമെന്ന് കരുതിയിരുന്നാൽ നടക്കുമോ കാര്യങ്ങൾ? അപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് കേട്ടോ. പിന്നെ എൻ്റെ ഫേസിലുള്ള കൂടുതലായിട്ടുള്ള പിഗ്മെൻറ്റേഷൻസ് നല്ല രീതിയിൽ കുറയുന്നുണ്ട്. എടുത്ത് പറയേണ്ടത് എന്താണെന്നറിയോ, എൻ്റെ ലിപ്സിന് ചുറ്റും ഭയങ്കര പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഈ ഒരു പിഗ്മെൻറ്റേഷൻ അല്ല, ഇതിൽ കൂടുതൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പം അത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേയേറെ ചേഞ്ചസ് ഉണ്ട് കേട്ടോ. പിന്നെ ചിലരൊക്കെ കണ്ടു കുറേ ബ്ലാക്ക് സ്പോട്ട്സും ഫേസിലും ഇതൊക്കെ ആയിട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ റിസൾട്ട് കിട്ടും എന്ന് പറയുന്നത്. പക്ഷെ അതെനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഒരിക്കലും 2 ആഴ്ച കൊണ്ട് അത്രയും പിഗ്മെൻറ്റേഷനും ബ്ലാക്ക് സ്പോട്ട്സും ഒന്നും എന്തായാലും കുറയുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ഞങ്ങളോട് പറഞ്ഞതുപോലെ വീഡിയോ 20 ദിവസത്തേക്ക് ചെയ്തു എന്നേ ഉള്ളൂ. ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല കേട്ടോ. ഈ ഒരു കാര്യം ഞാൻ തുടർന്ന് ചെയ്യുന്നുണ്ട്. ഇത് പോകുന്ന വരെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അലോവേര അപ്ലൈ ചെയ്യാം കേട്ടോ ഫേസിലും. 20 ദിവസം കൊണ്ട് എൻ്റെ ഫേസിന് വന്നിട്ടുള്ള മാറ്റം ഞാൻ അവസാനം ഒരു പിക്ചറായിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഇമേജിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും 20 ദിവസം കൊണ്ട് എൻ്റെ ഫേസിനുണ്ടായ ചേഞ്ച് എന്താണെന്ന്. കണ്ടോ, ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ എത്രത്തോളം ഫെയ്ഡ് ആയിട്ടുണ്ട്, ഫേസ് എത്ര ഗ്ലോ ആയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ കൂടെ മനസ്സിലാക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.